ഹലോ, നമ്മളിത് കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ ഗൈസ് ഉള്ളത്. അപ്പൊ ഇതിനായിട്ട് ഇത് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ആര്യവേപ്പില, പിന്നുള്ളത് ചെമ്പരത്തി പൂവ ഗൈസ്. ഇതാണ് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട സാധനം. നിങ്ങൾ എന്ത് മറന്നാലും ഈ സാധനം മറക്കരുത് കേട്ടോ. ഇത് കുറച്ചധികം വേണം. നമുക്കിപ്പോ കിട്ടിയത് ആകെ എത്രയേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് കൂടെ വേറൊരു സാധനം കൂടി ഉണ്ട്, നെല്ലിക്ക. ഇത് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ, അതാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. അതോടുകൂടി കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാ കുറച്ച് പനിക്കൂർക്കയിലുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ നമ്മൾ തുളസി എടുത്തിട്ടുണ്ട്, പിന്നെ മൈലാഞ്ചിയില ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഇത് എല്ലാം കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്നായി അതിലിട്ടോണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പം കാണിച്ച എല്ലാ സാധനവും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ആഡ് ചെയ്യുന്നില്ല ഇല്ലല്ലമ്മ, നെല്ലിക്ക ലാസ്റ്റ്. നെല്ലിക്കൊക്കെ നന്നായിട്ട് അടിച്ചേക്കണം. എന്റെ കാരം മോനെന്ന് അറിയുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക്. ഇന്ന് നമ്മൾ നന്നായിട്ട് അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഒന്ന് കോട്ടൺ തുണിയിൽ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ നീര്. അതേ ജാറിലേക്ക് തന്നെ നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റതൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അതേ നെല്ലിക്ക നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ കൂടെ ഇട്ടത് കൊണ്ടാണ് ഈ കളർ കേട്ടോ ഗൈസ്. നമ്മളിതെല്ലാം കൂടി അരിച്ചെടുത്തതാട്ടോ ഗൈസ് കാണുന്നത്. ഹലോ, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്താ അതിന്റെ ഇടയിൽ ഒരു പാന കടുപ്പത്ത് വെച്ചതെന്ന്. കണ്ടോ, ഉലുവയും നമ്മൾ കരിഞ്ചീരകം കൂടി വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടിട്ടാട്ടോ. ഓ, അങ്ങനെ അതേ നമ്മൾ വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. കരിഞ്ചീരകം നല്ല ബെസ്റ്റ് സാധനം കേട്ടോ ഗൈസ് ഹെയറിന്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. വേറെ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ഇത് രണ്ടും നമ്മൾ വറുത്ത് കഴിഞ്ഞു. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ കേട്ടോ ഗൈസ് അടിച്ചെടുത്തത്. അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് ഉണ്ടല്ലോ അരിച്ചെടുത്ത സാധനം, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ. ഹലോ, അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹലോ, അങ്ങനെ അതേ തിളച്ച് അവസാനം നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചേ സാധനം കാണുള്ളൂ. ഇനി നമ്മളത് ഇങ്ങനെ കാച്ചി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന പരുവത്തിലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അതേ കരിഞ്ചീരകവും ഉലുവയും നമ്മൾ നേരത്തെ പൊടിച്ച സാധനം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഗൈസ്. ഇനി വീണ്ടും ഇതിനെ ഇളക്കൽ. ഹലോ, അങ്ങനെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നിങ്ങൾക്കൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് കുളിക്കുന്ന നേരത്തെ അരമണിക്കൂർ മുന്നേ തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.